ഫാസ്റ്റ് ഓൺ റിപ്പോർട്ടർ ബ്രേക്കിംഗ്. ഇടുക്കി തൊടുപുഴയിൽ ഹോസ്റ്റലിനുള്ളിൽ കയറി വനിതകളെ ആക്രമിക്കാൻ ശ്രമിച്ചയാളെ പോലീസ് പിടിച്ചു. അറക്കുളം സ്വദേശി അഖിൽ പി രഘുവാണ് പിടിയിലായത്. മുട്ടം, പൂമാല എന്നിവിടങ്ങളിലെ ലേഡീസ് ഹോസ്റ്റലുകളിലും പ്രതി നേരത്തെ അതിക്രമിച്ച് കടന്നിട്ടുണ്ടെന്ന് പോലീസ് പറഞ്ഞു. എന്തോ മാനസിക പ്രശ്നമുള്ള കക്ഷിയാണ്. പ്രതി തൊടുപുഴയിലെ ലേഡീസ് ഹോസ്റ്റലിന്റെ മതിൽ ചാടിക്കടക്കുന്ന ദൃശ്യങ്ങൾ റിപ്പോർട്ടറിന് ലഭിച്ചു. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. പാത്തും പതുങ്ങിയും വരുന്നു. ലേഡീസ് ഹോസ്റ്റലിൽ കയറുകളാണ് പണി. അയാള് പോലീസ് പിടിച്ചിട്ടുണ്ട്. ലേഡീസ് ഹോസ്റ്റലുകൾ ലക്ഷ്യമിട്ടാണ് വരുന്നത്. ലേഡീസ് ഹോസ്റ്റലിലേക്ക് വരുന്ന വരവ് കണ്ട, എന്നിട്ട് ഹോസ്റ്റലിനുള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് പാത്തും പതുങ്ങി വരിക. പെൺകുട്ടികളെ ഈ സമയത്ത് വല്ലതും പഠിച്ചുകൊണ്ടോ വല്ലതും വായിച്ചുകൊണ്ടോ ഒക്കെ ഇരിക്കുകയാണെങ്കിൽ പെട്ടെന്ന് മുമ്പിൽ ഇങ്ങനൊരാൾ വന്നാൽ അവർ ഞെട്ടിപ്പോവില്ലേ? അയാൾ രഹസ്യമായിട്ട് കയറാൻ ശ്രമിക്കുന്നുണ്ടോ? മതിൽ ചാടി കിടക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇപ്പോൾ പരിസരത്തേക്ക് എത്തിയിരിക്കുന്നു. ഇതൊക്കെ രാത്രി വീട്ടിൽ കിടന്നുറങ്ങിയ പോലെ ലേഡീസ് ഹോസ്റ്റലിന്റെ ഭാഗത്തേക്ക് വരികയാണ്. പാത്തും പതുങ്ങിയുമൊക്കെ. ഇതാണ് നോക്കി. എന്നിട്ട് എന്തിനോ വലിഞ്ഞു പിടിച്ച് കയറുന്നുണ്ട് അയാൾ. ലേഡീസ് ഹോസ്റ്റലിൽ വന്ന് അതിക്രമം നടത്താൻ വന്നയാളുടെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. തൊടുപുഴയിലെ ലേഡീസ് ഹോസ്റ്റലിലാണ് ഇയാൾ കയറിയത്. പല ഹോസ്റ്റലുകളിലും ഇതേപോലെ അതിക്രമിച്ച് കടന്നിട്ടുണ്ട്. ഇയാളുടെ പേര് അഖിൽ പി രഘു എന്നാണ്. അയാളുടെ ഫോട്ടോയാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. മുട്ടം, പൂമാല എന്നിവിടങ്ങളിലെ ലേഡീസ് ഹോസ്റ്റലുകളിലും അതിക്രമിച്ച് കടന്നത് ഈ അഖിൽ പി രഘു എന്ന് പറയുന്ന പ്രതിയാണ്. എന്തോ പ്രശ്നമുണ്ട്. രാഹുൽ സുരേഷ് ഉണ്ട്. രാഹുൽ, ഇയാളൊരു സ്ഥിരം കുറ്റവാളിയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ അഖിൽ പി രഘു എന്ന് പറയുന്നയാൾ 2 ഹോസ്റ്റലുകളിൽ നേരത്തെയും അതിക്രമം നടത്തിയിട്ടുണ്ട്. പെൺകുട്ടികളെ ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഹോസ്റ്റലിൽ കയറി അതിക്രമം നടത്തുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? അതോ അയാൾക്കൊരു പ്രത്യേക ഇഷ്ടം കൂടുതലുള്ളത് കൊണ്ട് കയറുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? എന്തായാലും ഇയാളൊരു കുറ്റവാളിയാണ് എന്ന് പോലീസ് മനസ്സിലാക്കിയിട്ടുണ്ട് അല്ലേ? ഇയാള് കുട്ടികൾ പിടിച്ചു പോകില്ലേ രാഹുൽ? ഇങ്ങനെ ഇരുട്ടിന്റെ മറവിലൊക്കെ ഒരാൾ വന്നാൽ ഡോക്ടർ അരുൺ, ചില ആളുകളുടെ പ്രവർത്തികൾ കൊണ്ട് നമ്മൾ അയാളെ ഞരമ്പ് രോഗികൾ എന്ന് വിളിക്കാറുണ്ട്. ഈ അഖിലിനെ നമുക്ക് അക്ഷരം തെറ്റാതെ അങ്ങനെ തന്നെ വിളിക്കാൻ സാധിക്കും. പോലീസ് പറയുന്ന അനുസരിച്ച് ഇയാളുടെ സ്ഥിരം പരിപാടി ഈ ലേഡീസ് ഹോസ്റ്റലുകളിൽ കയറുക എന്നുള്ളതാണ്. ഏറ്റവും ഒടുവിൽ തൊടുപുഴ നഗരത്തിലുള്ള ഒരു ലേഡീസ് ഹോസ്റ്റലിൽ ഈ പ്രതി കയറുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. അത് വൈകുന്നേര സമയങ്ങളിലല്ല, പുലർച്ചെ 3 മണിക്കാണ് ഈ പ്രതി തൊടുപുഴ നഗരത്തിലുള്ള ഒരു ലേഡീസ് ഹോസ്റ്റലിൽ കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പോലീസ് പറയുന്ന വിവരങ്ങൾ ഇങ്ങനെയാണ്. ഇയാൾ നേരത്തെ മുട്ടം, പൂമാല എന്നിവിടങ്ങളിലുള്ള ലേഡീസ് ഹോസ്റ്റലുകളിലും കയറിയിട്ടുണ്ടായിരുന്നു. പകൽ സമയങ്ങളിൽ ഈ ലേഡീസ് ഹോസ്റ്റലുകൾ നോക്കി വെക്കും. എന്നിട്ട് രാത്രി സമയങ്ങളിൽ ലേഡീസ് ഹോസ്റ്റലിന്റെ മതിലുകൾ ചാടിക്കടന്നുകൊണ്ട് അതിന്റെ അകത്ത് കയറും. അതിനുശേഷം ഈ പെൺകുട്ടികളൊക്കെ രാത്രി സമയങ്ങളിൽ കിടന്നുറങ്ങുമ്പോൾ അവരുടെ കൂടെ കയറി കിടക്കും ഒന്നെങ്കിൽ, അല്ലെങ്കിൽ അവരെ കയറി പിടിക്കാനുള്ള ശ്രമം നടക്കും. ഇതാണ് ഇയാളുടെ സ്ഥിരം പരിപാടി എന്നതാണ് പോലീസ് പറയുന്നത്. കഴിഞ്ഞ ദിവസം ഈ പ്രതി ഇവിടെ എത്തിയപ്പോൾ പെൺകുട്ടികൾ ശബ്ദം വെച്ചു. അതേ തുടർന്ന് അവിടെ നിന്നും ഓടി രക്ഷപ്പെടുകയായിരുന്നു. പക്ഷേ ഇതെല്ലാം കണ്ടുകൊണ്ട് അവിടെ CCTV-കൾ ഉണ്ടായിരുന്നു. ആ CCTV ദൃശ്യങ്ങൾ പോലീസ് ശേഖരിക്കുകയും 2 ദിവസം കൊണ്ട് ഈ പ്രതിയെ പൊക്കുകയും ചെയ്തിട്ടുണ്ട്. എന്താണെങ്കിലും മുട്ടത്തിന് സമീപമുള്ള അറക്കുളം എന്നുള്ള സ്ഥലത്താണ് ഈ അഖിലിന്റെ വീട്. എന്നാലും പ്രതിയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ആളുകൾ പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ ഇനിയും ലേഡീസ് ഹോസ്റ്റലിൽ കയറാനുള്ള സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് അഖിലിനെ പോലെയുള്ള ഞരമ്പ് രോഗികളെ പുറത്തു വിടരുത് എന്നതാണ് സാധാരണപ്പെട്ട ആളുകളൊക്കെ പറയുന്നത്. എന്തായാലും അത് ഞെട്ടിക്കുന്ന വിവരം തന്നെയാണ്. ഇതാണ് അഖിൽ പി രഘു എന്ന് പറയുന്നയാൾ. തുടർച്ചയായിട്ട് ലേഡീസ് ഹോസ്റ്റലിൽ കയറുകയാണ് ഈ ചെറുപ്പക്കാരൻ്റെ ഹോബി എന്ന് പറയുന്നത്. മനുഷ്യർക്ക് എന്തെല്ലാം നല്ല നല്ല ഹോബികളുണ്ട്. രാത്രിയിൽ ഇയാൾക്ക് പുറത്തിറങ്ങണമെന്നുണ്ടെങ്കിൽ ഒരു ബൈക്കും ഒക്കെ എടുത്ത് രാത്രി കുറച്ച് ദൂരമൊക്കെ റൈഡ് ചെയ്ത് ഒരു നല്ല ചായയൊക്കെ കുടിച്ച് തിരിച്ച് വീട്ടിൽ വന്ന് കിടന്നുറങ്ങണം. അല്ലെങ്കിൽ നല്ല പുസ്തകങ്ങളൊക്കെ വായിച്ചിട്ടിരിക്കുക. മനുഷ്യരുടെ ഓരോ ഹോബികളെ ലേഡീസ് ഹോസ്റ്റലിൽ കയറി അവിടെയുള്ള പെൺപിള്ളേരെ ഭീഷണിപ്പെടുത്തുക, ഇതാണ് ഇയാളുടെ ഹോബി. ഇത് എന്നാത്തരം ഹോബിയാണോ എന്തോ. എന്തായാലും പോലീസ് പിടിച്ചിട്ടുണ്ട് എന്നതാണ്. കുറച്ചാൾ ഉള്ളിൽ കിടക്കട്ടെ.